Last class, we discussed about Achibe's school days and the growth of Christianity in Igbo culture. In the next paragraph, he describes about Empire Day celebration and Anniversary Day celebration. എല്ലാ ആളുകളും ജാതി മതമന്യേ ആഘോഷിക്കുന്ന രണ്ട് ഫെസ്റ്റിവൽസ് ആയിരുന്നു നൈജീരിയയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് എംപയർ ഡേ ഓൺ മെയ് 24th, അതേപോലെ തന്നെ ആനിവേഴ്സറി ഓൺ ജൂലൈ 27th. May 24th, as every school child knew, was the birthday of Queen Victoria. It was a major school event and school children from all over the district would march in contingents. ക്വീൻ വിക്ടോറിയയുടെ ജന്മദിനമാണ് എംപയർ ഡേ ആയി ആഘോഷിക്കുന്നത്. സ്കൂളുകളിൽ ആഘോഷ പരിപാടികൾ നടക്കുന്ന ഒരു വിശേഷ ദിവസമാണ് എംപയർ ഡേ. സ്കൂൾ കുട്ടികളുടെ മാർച്ച് പാസ്റ്റ് എല്ലാം ആ ദിവസം നടക്കുമായിരുന്നു. The day's events ended with a sports competition among the schools. My first Empire Day was indeed memorable. My school, which had some very big boys and was supposed to do well in the tug of war, managed quite unaccountably to collapse in seconds to their opponents. എംപയർ ഡേയുമായി അനുബന്ധിച്ച് ഇന്റർ സ്കൂൾ സ്പോർട്സ് കോമ്പറ്റീഷനും സംഘടിപ്പിക്കാറുണ്ടായിരുന്നതായി അച്ചീബെ ഓർത്തെടുക്കുന്നുണ്ട്. ഹി ഷെയർസ് ഹിസ് ഫസ്റ്റ് എംപയർ ഡേ മെമ്മറീസ്. അച്ചീബയുടെ സ്കൂളിൽ ഒരുപാട് വലിയ ആൺകുട്ടികൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ടഗ് ഓഫ് വാറിൽ, വടംവലി കോമ്പറ്റീഷനിൽ അവരുടെ സ്കൂൾ വിജയിക്കുമെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷെ അവർ തോറ്റുപോയി. ഇതിനെപ്പറ്റി ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. ഇത് സാധാരണ തോൽവിയല്ലെന്നും മറ്റൊരു ആംഗ്ലിക്കൻ സ്കൂളിന് വിജയിക്കാൻ വേണ്ടി അവരുടെ ഹെഡ് മാസ്റ്റർ തന്റെ സ്കൂളിലെ ആൺകുട്ടികളോട് തോറ്റുകൊടുക്കുവാൻ പറഞ്ഞത് കാരണമാണ് ഈ തോൽവിയെന്നുമായിരുന്നു ആ റൂമർ. അച്ചീബെ കണ്ടിന്യൂസ്. എംപയർ ഡേ സെലിബ്രേഷൻസ് took place at the provincial headquarters at Onitsha, 7 miles from my village. I think it was in 1940, when I was in standard 3 and 10 years old, that I was judged old enough to walk to Onitsha and back. I did it all right, but could hardly get up for 1 week afterwards. And yet it was a journey I had looked forward to so eagerly and which I cherished for years. ഒനീച്ചയിലെ പ്രൊവിൻഷ്യൽ ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നു എംപയർ ഡേ സെലിബ്രേഷൻസ് നടന്നിരുന്നത്. അച്ചീബയുടെ വില്ലേജിൽ നിന്ന് 7 മൈൽസ് അകലെയായിരുന്നു ഒനീച്ച. 1940-ൽ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ചീബ ഒറ്റയ്ക്ക് നടന്ന് ഒനീച്ചയിലേക്ക് പോയത് അദ്ദേഹം ഈ വേളയിൽ ഓർത്തെടുക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഒരാഴ്ച എഴുന്നേൽക്കാൻ പോലും സാധിച്ചില്ല അച്ചീബയ്ക്ക്. നെക്സ്റ്റ് അച്ചീബെ ടോക്സ് അബൌട്ട് ഒനീച്ചാസ് ബ്യൂട്ടി. റിവർ നൈജർ ആയിരുന്നു അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ. ഫ്യൂറ്റജലോൺ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നൈജർ നദി 2600 മൈൽസ് സഞ്ചരിച്ചാണ് ഒനീച്ചയിൽ എത്തിയിരുന്നത്. ശേഷം അച്ചീബെ പറയുന്നു, I was particularly fortunate in having parents who believed passionately in education, in having old school books that 3 elder brothers and an elder sister had read. I was good enough in my schoolwork to be nicknamed Dictionary by admirers. വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയിൽ വിശ്വസിച്ചിരുന്ന മാതാപിതാക്കളായിരുന്നു അച്ചീബയ്ക്കുണ്ടായിരുന്നത്. അത് തന്റെ ഭാഗ്യമായാണ് അദ്ദേഹം കരുതിയിരുന്നതും. തന്റെ 3 മൂത്ത സഹോദരങ്ങളുടെയും അതുപോലെ മൂത്ത സഹോദരിയുടെയും പഴയ സ്കൂൾ ബുക്സും അച്ചീബയ്ക്ക് ഉപയോഗിക്കുവാൻ ലഭിച്ചിരുന്നു. സ്കൂൾ വർക്കുകളിൽ വളരെ സമർത്ഥനായിരുന്ന അച്ചീബയെ ആരാധകർ ഡിക്ഷണറി എന്ന ഇരട്ട പേര് വിളിക്കാറുണ്ടായിരുന്നു. കായിക വിനോദങ്ങളിൽ അച്ചീബയ്ക്ക് വലിയ കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ കൾച്ചറിൽ തന്നെ അത്തരം ഗെയിംസുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നില്ല. ശേഷം അച്ചീബെ എംപയർ ഡേയുടെ അന്നുള്ള ഒനീച്ച സന്ദർശനങ്ങളെ കുറിച്ചുള്ള തന്റെ ഓർമ്മകൾ ഓർത്തെടുക്കുകയാണ്. ആ സമയങ്ങളിൽ അച്ചീബെ തന്റെ ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് ദൂരം താണ്ടി സിറ്റിയിലെത്തുമായിരുന്നു. ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം ധാരാളം നിലക്കടല കഴിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ഒരുപാട് വർഷം നിലക്കടല എന്ന് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥതയായിരുന്നു. അച്ചീബെ കണ്ടിന്യൂസ്. My other memory is much happier. I saw with my own eyes a man who was as legendary as Onitsha itself, an eccentric Englishman, Dr. J.M. Stuart Young, who had been living and trading in Onitsha since the beginning of the 20th century. I saw him walking down New Market Road bareheaded in the sun,
just as legend said he would be. അച്ചീബയുടെ മറ്റൊരു മെമ്മറി ഒരു കിറുക്കൻ ഇംഗ്ലീഷുകാരനായ ഡോക്ടർ ജെ.എം. സ്റ്റുവാർട്ട് യങ്ങിനെ നേരിട്ട് കണ്ടതാണ്. അദ്ദേഹം 20th സെഞ്ചുറിയുടെ തുടക്കം മുതൽ ഒനീച്ചയിൽ വന്ന് കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ചുടുവെയിലത്ത് അദ്ദേഹം ന്യൂ മാർക്കറ്റ് റോഡിലൂടെ നടന്നു പോകുന്നതായി അച്ചീബെ കണ്ട ഓർമ്മ അദ്ദേഹം ഇവിടെ പങ്കുവെക്കുന്നു. സ്റ്റുവാർട്ട് യങ്ങിനെ പറ്റി പല വർത്തമാനങ്ങളും നാട്ടിൽ പ്രചരിച്ചിരുന്നു. അത്തരമൊന്നാണ് നൈജർ നദിയിലെ ഒരു മത്സ്യകന്യകയുമായുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദം. താൻ ഒരു അവിവാഹിതനായി ജീവിക്കാമെന്ന് ആ മത്സ്യകന്യകയുമായി അയാൾ ഉടമ്പടി ഉണ്ടാക്കിയത്രേ. പകരം അയാൾക്ക് ആ മത്സ്യകന്യക ഒരുപാട് സമ്പത്ത് നൽകിയെന്നാണ് കഥ. Later, I was to learn that James Stuart Young's story contained a few doubtful details, such as whether or not he did have a doctoral degree, but it was probably true that he had first come to Nigeria as a colonial civil servant and then turned against the colonial system and became a merchant intent on challenging with African support the monopoly of European commercial cartels. പിന്നീട് സ്റ്റുവാർട്ട് യങ്ങിന്റെ പല കഥകളിലും അച്ചീബയ്ക്ക് ചില ഡൗട്ട്സ് എല്ലാം തോന്നി തുടങ്ങുന്നുണ്ട്. അയാൾക്ക് ഡോക്ടറേറ്റ് ഉണ്ടോ ഇല്ലയോ എന്നായിരുന്നു അതിലൊരു സംശയം. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥനായിട്ടായിരുന്നു അയാൾ നൈജീരിയയിൽ എത്തിയത്. പക്ഷെ പിന്നീട് ഈ കൊളോണിയൽ സിസ്റ്റത്തിന് എതിരായി അദ്ദേഹം നിലകൊണ്ടു. തദ്ദേശീയരായ ആഫ്രിക്കക്കാരുടെ സപ്പോർട്ടോടെ അദ്ദേഹം യൂറോപ്യൻ വ്യാപാര ഉടമ്പടികളുടെ കുത്തകാവകാശ രീതിയെ വെല്ലുവിളിക്കുന്ന ഒരു വ്യാപാരിയായിട്ട് പിന്നീട് മാറി. അദ്ദേഹം ഒരു മെർച്ചന്റ് മാത്രമായിരുന്നില്ല, മറിച്ച് എഴുത്തുകാരൻ കൂടിയായിരുന്നു. അദ്ദേഹം പോയട്രിയും ഫിക്ഷനുമെല്ലാം പബ്ലിഷ് ചെയ്തിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അച്ചീബെ എഴുതിയ അങ്കിൾ ബെൻസ് ചോയ്സ് എന്ന ഷോർട്ട് സ്റ്റോറിയിൽ സ്റ്റുവാർട്ട് യങ്ങിന്റെ ഓർമ്മകൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അച്ചീബെ continues, "The other secular event, which we called simply anniversary, was the annual commemoration of the coming of the gospel to Igbo land on July 27, 1857. It is reported that Bishop Ajay Crowther and his missionary team, who arrived in Onitsha on that day, was heavily beaten by rain, and as a result, every anniversary celebration since has been ruined by bad weather. Perhaps those first Anglicans did not know where the rain began to beat them. The good news is that school children were always fed new yams and stew at the anniversary celebration." ഈബോലാൻഡിലെ സൗത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് നൈജീരിയയാണ് ഈബോലാൻഡ്. മറ്റൊരു സെക്കുലർ ഈവന്റ് ആയിരുന്നു ആനിവേഴ്സറി. 1857 ജൂലൈ 27 ആദ്യമായി ഗോസ്പൽ ഈബോലാൻഡിൽ എത്തുന്നത്. ക്രിസ്ത്യൻസിന്റെ ആദ്യ 4 പുതിയ നിയമ പുസ്തകങ്ങളിൽപ്പെട്ട ഒന്നാണ് ഗോസ്പൽ. ഇതിന്റെ സ്മരണാർത്ഥം എല്ലാ വർഷവുമുള്ള ഒരു ആഘോഷമാണ് ആനിവേഴ്സറി. ബിഷപ്പ് അജയ് ക്രോത്തറും അദ്ദേഹത്തിന്റെ മിഷണറി സംഘവുമായിരുന്നു 1857 ആ വരവിന് നേതൃത്വം നൽകിയിരുന്നത്. അവർ ഒനീച്ചയിൽ വന്ന ദിവസം പെരുമഴ പെയ്തിരുന്നു. അതിനാൽ തന്നെ എല്ലാ ആനിവേഴ്സറി സെലിബ്രേഷനും മോശം കാലാവസ്ഥ മൂലം കുളമാകാറുണ്ട്. പക്ഷേ സ്കൂൾ കുട്ടികൾക്ക് അന്ന് സന്തോഷമുള്ള ദിവസമായിരിക്കും. കാരണം അന്ന് ആനിവേഴ്സറി സെലിബ്രേഷന് എല്ലാ സ്കൂൾ സ്റ്റുഡൻസിനും പുതിയ കാച്ചിലും സ്പൂൺ നൽകുമായിരുന്നു. അതിൽ തന്നെ പലരും ആ വർഷം അപ്പോഴായിരിക്കും ആദ്യമായി ന്യൂ യാമിന്റെ, അതായത് പുതിയ കാച്ചിലിന്റെ ടേസ്റ്റ് അറിയുന്നത്. British colonization of Nigeria was never a labor-intensive affair. White people were a rare sight, were in the administration or church or in commerce. This rareness did not, however, diminish the authority. The name of the British resident for Onitsha province, Captain O'Connor, was so generally invoked that there is an age grade named after him in Ogidi. നൈജീരിയയിൽ ബ്രിട്ടീഷ് കോളനൈസേഷൻ നടപ്പിലാക്കിയിരുന്നുവെങ്കിലും വൈറ്റ്സ് വളരെ കുറവായിരുന്നു അവിടെ. ഭരണസമിതിയിലും ചർച്ചിന്റെ കാര്യത്തിലും വാണിജ്യത്തിലുമൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു അഭാവം, ഈ ഒരു എണ്ണത്തിലുള്ള കുറവ് അവരുടെ ആധിപത്യത്തെ കുറച്ചതൊന്നുമില്ല. ആ കാലത്ത് കൃത്യനിർവഹണത്തിനായി ബ്രിട്ടീഷ് രാജകുടുംബം നിയോഗിച്ച ഒനീച്ച പ്രൊവിൻസിലെ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്നു ക്യാപ്റ്റൻ ഓ'കോണോർ.
അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു ഏജ് ഗ്രേഡ് സിസ്റ്റം ഓഖനോർ ഒഗിഡിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു. അച്ചീബെ ആകെ 2 തവണ മാത്രമാണ് ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. നൈജീരിയയിലെ ബിഷപ്പായിരുന്നു ദി റൈറ്റ് റെവറൻഡ് ബിഷപ്പ് ബെർട്രം ലാസ്ബ്രെ. 2-3 വർഷങ്ങൾ കൂടുമ്പോൾ മാത്രമാണ് അച്ചീബയുടെ ചർച്ചിൽ ബിഷപ്പ് വരാറുണ്ടായിരുന്നുള്ളൂ. ബിഷപ്പിന്റെ പ്രഭാഷണം അച്ചീബയെ അങ്ങേയറ്റം നിരാശനാക്കിയിരുന്നു. ഒരു ബിഷപ്പിന്റെ പ്രസംഗം സമ്മേളനത്തെ ഇളക്കി മറിക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ വൈകാരികമായി ഉണർത്തുന്നതായിരിക്കണം എന്നായിരുന്നു അച്ചീബയുടെ വിശ്വാസം. ഒരു ഇന്റർപ്രറ്ററുടെ വിവർത്തകന്റെ സഹായത്തോടെയായിരുന്നു ബിഷപ്പും സംസാരിച്ചിരുന്നത്. അതുകൊണ്ടാകാം ഈ വിരസത എന്നായിരുന്നു അച്ചീബെ കരുതിയിരുന്നത്. ഈ ഒനീഷയിലെ വിദ്യാഭ്യാസ രീതിയെ കുറിച്ചാണ് അച്ചീബെ പറയുന്നത്. എലമെന്ററി എഡ്യൂക്കേഷൻ ബിഗെയിൻ വിത്ത് 2 years in infant school and 6 years in primary school. For some children, there was a preschool year in what was called religious school, where they spent a year chanting and dancing the catechism. നൈജീരിയയിലെ പ്രാഥമിക വിദ്യാഭ്യാസം ഇൻഫന്റ് സ്കൂളിലെ 2 വർഷ പഠനവും പ്രൈമറി സ്കൂളിലെ 6 വർഷ പഠനവും കൊണ്ടാണ് ആരംഭിക്കുന്നത്. ചില കുട്ടികൾക്ക് ഒരു പ്രീ സ്കൂൾ വർഷവും ഉണ്ടാകാറുണ്ട്. റിലീജിയസ് സ്കൂളിലായിരിക്കും അത്. മതതത്വങ്ങൾ അഭ്യസിപ്പിക്കലാണ് അവിടെ 1 വർഷം ചെയ്യുക. പക്ഷെ അച്ചീബേക്ക് അതിന് പോകേണ്ടി വന്നില്ല. അദ്ദേഹത്തിന്റെ കുടുംബം എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ബൈബിളിലെ കുറച്ച് ഭാഗങ്ങൾ വായിക്കുന്ന ശീലമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മതപരമായ ഇത്തരം കാര്യങ്ങൾ ആദ്യമേ തന്നെ അച്ചീബെ കരസ്ഥമാക്കിയിട്ടുള്ളതിനാലാണ് അദ്ദേഹത്തിന് റിലീജിയസ് സ്കൂളിൽ പോകേണ്ടി വരാഞ്ഞത്. ഇനി സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്തുള്ള തന്റെ അനുഭവങ്ങളാണ് അച്ചീബെ പറയുന്നത്. The Second World War began just as I was finishing my 2nd year in primary school, that is in Standard 2. The rest of the primary education happened against its distant background. But it got close one morning when 2 white people and their assistants came to our school to conscript our art teacher. പ്രൈമറി സ്കൂളിലെ തൻ്റെ 2ാം വർഷം പൂർത്തിയാക്കിയ വർഷം, അതായത് അച്ചീബെ തൻ്റെ 2ാം ക്ലാസ് പൂർത്തിയാക്കിയ വർഷമാണ് സെക്കൻഡ് വേൾഡ് വാർ ആരംഭിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു അച്ചീബയുടെ ബാക്കിയുള്ള പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാം നടന്നിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം 2 വെള്ളക്കാരും അവരുടെ അസിസ്റ്റൻസും അച്ചീബയുടെ സ്കൂളിലെത്തുകയും അവരുടെ ആർട്ട് ടീച്ചറെ നിർബന്ധിച്ച് പട്ടാളത്തിൽ ചേർക്കുകയും ചെയ്ത ഓർമ്മകൾ അച്ചീബെ ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. അച്ചീബെ continues, I think we were loyal to Britain and did what we could to help. I remember the campaign to increase the production of palm kernels for the war effort. Our headmaster told us that every kernel we collected in the bush would buy a nail for Hitler's coffin. As the war continued, supplies for home and school became more and more scarce. Salt was severely rationed and disappeared from the open market. സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് നൈജീരിയക്കാർ ബ്രിട്ടീഷുകാരോട് വളരെ വിശ്വസ്തയോടെയായിരുന്നു പെരുമാറിയിരുന്നത്. അവർ വളരെ വിശ്വസ്തത പുലർത്തിയിരുന്നു. അവരെ കൊണ്ടാകുന്ന എല്ലാ സഹായവും അവർ ചെയ്യുകയും ചെയ്തു. യുദ്ധാവശ്യത്തിനുള്ള പാം കേണലിന്റെ ക്യാമ്പയിൻ, പനന്തേങ്ങയുടെ കാമ്പ് ഉൽപാദനം വർദ്ധിപ്പിക്കുവാനുള്ള ക്യാമ്പയിൻ എല്ലാം ആ കാലത്ത് നടന്നിരുന്നതായി അച്ചീബെ ഓർത്തെടുക്കുന്നു. കുറ്റിക്കാടുകളിൽ നിന്നെല്ലാം അവർ പെറുക്കുന്ന ഓരോ പാം കേണലും ഹിറ്റ്ലറുടെ ശവപ്പെട്ടിയിലേക്കുള്ള ആണികളായിരിക്കുമെന്നാണ് സ്കൂൾ ഹെഡ് മാസ്റ്റർ കുട്ടികളോട് പറഞ്ഞിരുന്നത്. അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊണ്ടു. പക്ഷേ അത് കാരണം വീടുകളിലേക്കും സ്കൂളുകളിലേക്കും ഉണ്ടായിരുന്ന സാധനങ്ങളുടെ സപ്ലൈ കുറഞ്ഞു വന്നു. ഉപ്പ് വരെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥ വന്നു.